ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വേറൊരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു മന്തിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാണിന്ന്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഏകദേശം 1 കിലോ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഈ അരി ഒരു അരമണിക്കൂർ ജസ്റ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് കിടക്കാം. അപ്പം ഞാനിവിടെ ഒരു 3/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞളും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ചെമ്മീനും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്ക് വാട്ടറും നമുക്ക് ഈ മന്തിയിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കറുകപ്പട്ട, ഒരു 4 വലിയ കറുകപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 10-15 കുരുമുളക് എരിവിനനുസരിച്ച്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 വലിയ തക്കാളി, കുറച്ച് ഒരു 2-3 ബേ ലീഫ്, അതേപോലെ തന്നെ ഒരു വലിയ സവോള. ഇത് നമ്മൾ അരി അളന്ന കപ്പാണ്. ഇത് ഏകദേശം ഒരു 1 കിലോ അരിയൊക്കെ നമുക്ക് കൊള്ളുന്ന കപ്പാണ്. നിങ്ങളിപ്പോൾ ഈ കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഏത് കപ്പാണോ അതിൻ്റെ 2 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഒരു മന്തിയോ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ടേസ്റ്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം, എരിവിനനുസരിച്ച് കുരുമുളക്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 4 വലിയ കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ വലിയ കറുകപ്പട്ട ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊടിച്ചിട്ടത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത്രയും എമൗണ്ട് തന്നെ ഇടണം എന്നില്ല, അളവൊക്കെ കുറക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൊഴിയട്ടെ, ഒന്ന് മൊഴിഞ്ഞ് വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ സ്റ്റോക്ക് വാട്ടറിനെ പറ്റി പറയാം. അതായത് നമ്മൾ നേരത്തെ അളന്ന കപ്പാണിത്. അതിലേക്ക് നമ്മുടെ ചെമ്മീൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ സ്റ്റോക്കിന് മുകളിൽ നമ്മുടെ 3 തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കുറച്ച് വെള്ളം. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ആവശ്യത്തിന് മുരിഞ്ഞ് വന്ന സ്പൈസസിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 2 കപ്പ് വെള്ളമാണ് ആവശ്യം. അപ്പോൾ 2ാമത്തെ കപ്പ് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ 2 കപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കറുകപ്പട്ടയുടെ ഇല ഒന്ന് കീറി കൊടുക്കാം. കീറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ഈ വെള്ളത്തിൽ ഒന്ന് കുറച്ച് മുന്തി നിൽക്കണം. അപ്പം മുന്തി നിൽക്കുന്ന അനുസരിച്ച് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. ഞാനിവിടെ ഒരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് മൂടി വെച്ച് തിളക്കാൻ അനുവദിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരി ഫുൾ വെള്ളവും കുറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുകയാണ്. ഉപ്പൊക്കെ എൻ്റെ കറക്റ്റായിരുന്നു. ഇനി നിങ്ങൾക്ക് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരിയും കൂടി തിളക്കുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് തിളക്കാൻ അനുവദിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിയും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2-3 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എരിവിനനുസരിച്ച്. അതേപോലെ തന്നെ ഞാൻ കുരുമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എരിവിനുള്ളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്മിലാക്കിയിട്ട് തിളക്കാൻ അനുവദിക്കാം.
ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഫുൾ വറ്റി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കൊമ്മളകളൊക്കെ വരുന്നത്, അതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊരു 15 മിനിറ്റ് മൂടി വെച്ച് ഇറക്കി വെച്ച് വേവാൻ അനുവദിക്കുക. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് മെൽറ്റ് ആവട്ടെ. അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് സോൾട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഒരു വലിയ സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വാടുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ റെഡ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്, അതാണ് ഈ കളറ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി, കാരണം നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ മഞ്ഞളിട്ടാണ് വേവിച്ചത്. ഒരു ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 തക്കാളിയുടെ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയും എല്ലാം കൂടി മിക്സായി നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചെമ്മീനും മസാലയും കൂടി ഫുള്ളായിട്ട് ഇരുന്ന് ഒരു 15 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ബട്ടറിലാണ് ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് ബട്ടർ ഇല്ലെങ്കിൽ നെയ്യിലാണെങ്കിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ മന്തി മസാല അതൊന്നും ആവശ്യമില്ല. നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മന്തി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ ഡിഷായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതുവരെ അസ്സലാമു അലൈക്കും.